നമ്മളെ വ്യാഖ്യാനം മാത്രം നോക്കിയിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് വ്യാഖ്യാനം പറയരുത്. നമുക്കതിനെ പറ്റിയൊന്നും അറിയൂല. എല്ലാവർക്കും ഒരു വഴിയല്ല. സീമനെ ആക്ഷേപിക്കുന്ന ആക്കബത്ത് നാശട്ടോ അള്ളാഹു സുബ്ഹാനഹു മൂല്യന്മാരാണ് ആക്ഷേപിക്കുന്നത്. മൗലവിമാർ വിട്ടളി മൂല്യന്മാരാണ് ആക്ഷേപിക്കുന്നത്. ഞാൻ സീമൻ്റെ തൊലിയക്കത്താരനല്ല, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സീമനെ ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കൂല. എന്താണോ ആക്ഷേപിക്കുന്നത് അവർക്ക് സീമൻ അറിയില്ല. സീമനെ പോലത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുള്ളത് എനിക്കറിയില്ല. ഒരാളുമില്ല, ഒരു കണ്ണിയത്തുമില്ല, ആരുമില്ല സി എമ്മിനെ പോലെയല്ല. എന്നാൽ അവരൊക്കെ ഒക്കെ വലിയ ആളല്ലേ, എല്ലാവരും വലിയ ആളാണ്. സി എമ്മിന് അള്ളാഹു ലയിച്ചു പോയതാണ്. അത് ഒരു അബുദിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളുമില്ല. ഒരു ഉപകാരം ചെയ്ത ആളുമില്ലല്ലോ. എത്രയാണ് ഉപകാരം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കായ മനുഷ്യന്മാരുടെ ലോകം മാറ്റില്ലേ, ലക്ഷക്കണക്കിന് ആളുകൾക്ക്. അതെന്താ? അത് അള്ളാന്റെ ആളുകളുടെ സ്വഭാവമാണ്. പറഞ്ഞവന് രോഗം ഉണ്ടാവില്ല. കാരണം അതാണ് അവരെ വായി. അവരൊന്നും ആക്ഷേപിക്കാൻ പാടില്ല, ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. ഔലിയാക്കന്മാർ 2 വിഭാഗം ആളുകളാണ്. ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ കല്യാണേ കഴിക്കൂല. എന്തുകൊണ്ട് കല്യാണം കഴിക്കൂല? അവരെ ഉള്ളിലേക്ക് ജമാല് കയറി. ആരുടെ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ജമാലാണ് കയറി. അപ്പം അതന്നെ അവർക്ക് മതി, അതവർക്ക് മതി. രണ്ടാമത്തെ വിഭാഗം ആളുകൾ 4 കല്യാണം കഴിക്കും. എന്നിട്ട് ബോഡി അവർ നിറച്ചത് കൊടുക്കും. ആ ബോഡി വേറൊന്നിൻ്റെ പിന്നാലെ പോയേയില്ല. ബോഡി വേറൊന്നിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ തലയെ നേരെ നിർത്താൻ കഴിയില്ല. ബാഫൊക്കെ തങ്ങൾ 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. 4 കല്യാണം കഴിച്ച വേറെ എത്രയോ മഹാന്മാർ എനിക്കറിയാം. അതേസമയത്ത് തിരുപ്പതി അഹമ്മദ് ഒരു കല്യാണം കഴിച്ചില്ല. ഒന്ന് കത്തിറാണ്, ഒന്ന് ഷെബാണ്. ഷെബാണ് നിറക്കുക, കത്തിറം മുറിക്കുക. 2 ഘട്ടത്തിൽ ഔലിയാക്കന്മാരുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ സ്വഹാബത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. സ്വഹാബത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പിൽക്കാല സൂഫികളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒന്നിരിക്കൽ നിറച്ചിട്ടുണ്ടാവും, 4 ഭാര്യമാരുണ്ടാവും. അല്ലെങ്കിലോ പെണ്ണ് അവസാനം ഉണ്ടാവില്ല. അത് കത്താണ്. കത്തയിലും ഒരു ഷെബുണ്ട്, ഷെബയിലും ഒരു കത്തറുണ്ട്. ഷെബയിലെ കത്തറ എന്താ? നിറക്കുമ്പം വേറൊന്നിനെലേക്ക് ചിന്തിക്കാതിരിക്കുക, മുറിക്കുക. നിറഞ്ഞാൽ പിന്നെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങളിവിടെ ഒരു ചെറിയ നാസ്ത കഴിക്കുമ്പോഴത്തേന് എനിക്ക് പൂതി വരും. എപ്പോൾ ഞാൻ കൂളിമാടുന്ന ഒരു സാധനം തിന്നാതെ വന്നതാണെങ്കിൽ, അതേസമയത്ത് ഞാൻ കൂളിമാടുന്ന് തിന്ന് ഏമ്പൊക്കെ വിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇനി എന്തെന്നാ എനിക്കെന്താ? അല്ലേ? സത്യമല്ലേ? അതന്നെ ബോഡിൻ്റെ ആവശ്യമാണ്. അവിടെ ഷെബുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ചിന്തിക്കതൊക്കെ വളരെ ചിന്തിക്കണം. മനുഷ്യൻ ഇതൊക്കെ ചിന്തിക്കണം. ഷെബില്ലാത്ത മനസ്സിന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും ഏതോ 4 പെണ്ണുങ്ങൾ ഒരു TV-യിൽ ഡാൻസ് ചെയ്യണ്ട, ഈ തൊപ്പിയും തലക്കെട്ടും കിട്ടിയോ വാങ്ങിക്ക് നോക്കിയിരിക്കും. ഓനെന്താ പ്രശ്നം? ഷെബില്ലായ്മയാണ്. ഷെബിയുള്ളവനോ ഇത് ഒറിജിനൽ തന്നെ കാണുന്ന ഒരു മനുഷ്യനെ ഇതിനെ നോക്കേണ്ട ആവശ്യം. 2 അവസ്ഥ ഉണ്ട്. ഒന്ന് കത്തെഴുതു, അങ്ങനത്തെ ചിന്തന്നെ പോയി. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പൊൽക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നോമ്പൊൽക്കാൻ പറഞ്ഞ്? കത്തെഴുതു. ആഗ്രഹങ്ങൾ എന്നില്ല, നോമ്പോറ്റു. അപ്പം ഔലിയാക്കന്മാരുടെ വിധം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നല്ലോണം ചിന്തിക്കണം. ഇത് ചെറിയ മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും അപ്പുറം അവർ ഈ വിഭാഗത്തിനും കിട്ടും. ഷെബുള്ള വിഭാഗത്തിന് ആരിലേക്ക് ചേരാൻ കഴിയും? പുണ്യ റസൂലിലേക്ക്. പിന്നെ ഇതൊക്കെ യാന്ത്രികമായി നടക്കും. നേരത്തെ പെണ്ണുങ്ങൾ വസ്ത്രം അലക്കും പോലെ, പെണ്ണുങ്ങൾ വസ്ത്രം അലക്കും, നാസ്ത ഉണ്ടാക്കും. ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നത് പോലെ ഔലിയാക്കൾ യാന്ത്രികമായി ഭാര്യയോടുകൂടെ ക്ഷയിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അപ്പോൾ വരെ തല ആരിലായിരിക്കും? ഇതുപോലെ ഈ വസ്ത്രം അലക്കുന്ന നേരത്ത് പെണ്ണിൻ്റെ മനസ്സ് ഭർത്താവിലായതുപോലെ ഭാര്യയോടുകൂടെ ക്ഷയിക്കുമ്പോഴും ഔലിയാക്കന്മാരുടെ മനസ്സ് ആരിലായിരിക്കും? അള്ളാഹുവിലായിരിക്കും. ബോഡിയെ തൃപ്തിപ്പെടുത്തും. എന്നാൽ ചെറിയ സുഖമൊക്കെ അവർക്ക് കിട്ടൂലേ? സുഖമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ പുറമെ അവരെ മനസ്സ് എവിടെയാണ് തേടുക? അള്ളാഹുവിനെ. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം ഈ പറഞ്ഞൊക്കെ. അപ്പോൾ ഇതന്നെ മനുഷ്യനെ നിറയണം. നിറയാത്തതിൻ്റെ ഇടയിലാണ് പെട്ടാൽ അത് കുടുങ്ങുക തന്നെയും. അപ്പോൾ ഒരിക്കലും നിസ്കരിക്കാനും കഴിയുള്ളൂ. അപ്പം നമ്മൾ നിസ്കരിക്കും പോലെ കാണിക്കുക കൈഫിയാത്താണ്. നമ്മളെ നിസ്കാരം എന്നാൽ കൈഫിയാത്താണ്. അവർ നിസ്കാരമാണ്. അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ ഇദാ ഹസബഹു അംറുൻ സല്ലാ. ഇദാ ഹസബഹു അംറുൻ സല്ലാ. ഒരു വിഷയം ഹബീബായ നബിയെ ബാധിച്ചാൽ വേഗം നിസ്കരിക്കും. നമുക്കൊരു വിഷയം ഉണ്ടായാൽ വിഷയം തീരാതെ എങ്ങനെ നിസ്കരിക്കുന്നു? മനസ്സിലായി? സമാനമാണ്. മനസ്സിലായി? നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്താ പറയുക? ഇതും തീരട്ടെങ്ങായി സമാധാനത്തിലല്ലാതെ എങ്ങനെ ഇപ്പം നിസ്കരിക്കുന്നത്? ഹബീബ റസൂലുള്ളാഹിക്ക് പ്രശ്നം ഉണ്ടായാൽ വേഗം നിസ്കരിക്കും. ഇദാ ഹസബഹു അംറുൻ സല്ലാ. ഒരു വിഷയം ഉണ്ടായാൽ
ഇദാ റആ ഫിസ്സമാഇ മിൻ ഖുസൂഫി ശംസിൻ ഔ ഖമരിൻ സ്വല്ല. എന്തെങ്കിലും ചന്ദ്രനോ സൂര്യനോ ഗ്രഹണം ബാധിക്കണ കണ്ടാൽ സ്വല്ല, വേഗം നിസ്കരിക്കും. റസൂലുള്ളാഹി വേഗം മടങ്ങി എന്തിലേക്ക്? അള്ളാഹുവിലേക്ക്. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? അള്ളാഹു. നമ്മളെ മനസ്സിൽ അള്ളാഹു എന്നല്ല, നമ്മൾക്ക് ഈ കൈഫിയാത്താണ്. ആ പരിധിക്ക് അപ്പുറത്തേക്കാൻ പോയാൽ പിന്നെ അവർക്ക് നിസ്കരിക്കാനും ഇല്ല, അവർക്ക് ജീവിതം നിസ്കാരമായിരിക്കും. തിരിഞ്ഞിട്ടില്ല. അതാണ് സിഎമ്മിനെ പറ്റിയത്. സിഎമ്മിന് ജീവിതം നിസ്കാരമാണ്. കാരണം അവർക്ക് അവിടെ നിന്ന് തലം എടുക്കാൻ കഴിയില്ല. അത് വേറൊരവസ്ഥയാണ്. ആ അവസ്ഥ മുസ്തഫ നബിക്കുണ്ടോ? ഇല്ല. മുസ്തഫ നബി ശാരിയാണ്. ശറ വിശദീകരിക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല. ഇജന്റെ ജീവിതത്തിൽ നിന്ന് മുദ്രിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം നിന്ന് മുദ്രിച്ചിട്ടുണ്ട്. അത് ശാരിയാണ്. തിരിഞ്ഞിട്ടില്ല. നെയ്യ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മൂത്രിച്ചിട്ടുണ്ടാവില്ല. മൂത്രിച്ച് അനക്കോട്ട് പോവില്ല. മുസ്തഫ നബി നിന്ന് മൂത്രിച്ചു. എന്തേ? അല്ലാഹുവിൻ്റെ ഹബീബ് നിന്ന് മൂത്രിച്ചിട്ടില്ലെങ്കിൽ ലോകാവസാനം വരെ ഇരുന്ന് മൂത്രിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു മാർഗം ഉണ്ടാവില്ല. മനസ്സിലാവുന്നു പറഞ്ഞത്. ഹബീബ റസൂലുള്ളാഹി യാത്രയിൽ ഞങ്ങൾ അനുഗമിക്കായിരുന്നു. പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് മൂത്രശങ്ക വന്നു. ഒരു ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി എൻ്റെ ഒരു തോട്ടത്തിൻ്റെ മതിലിൻ്റെ ഭാഗത്തേക്ക് പോയി. ഫബാല നബിയിൽ മുസ്തഫ. അപ്പോൾ ഹബീബ നബി മൂത്രിച്ചു. ഫബാല ഖായിമൻ, നിന്ന് മൂത്രിച്ചു. തുർമുദിയിലുണ്ട് ഹദീസ്. നിന്ന് മൂത്രിച്ചു. മുത്ത് മുഹമ്മദ് മുസ്തഫ നിന്ന് മൂത്രിച്ചു. എന്തിനെന്ന് മൂത്രിച്ച്? കുടുങ്ങിയാൽ അങ്ങനെ ചെയ്യാം, കുടുങ്ങിയാൽ ചെയ്യാം. എന്നാലൊരു വഴിവാണല്ലോ, കുടുങ്ങിയാൽ ചെയ്യാനൊരു വഴിവാണല്ലോ. അത് റസൂലുള്ളാഹി കാണിച്ചു. മനസ്സിലാണ്ട്? റസൂലുള്ളാഹി ശാരിയാണ്. റസൂലുള്ളാഹിക്ക് അങ്ങനത്തെ അവസ്ഥ ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. ഇതൊക്കെ ചിന്തിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് എന്താ പറ്റിയത്? പിന്നെ ഒന്ന്, റസൂലുള്ളാഹിയുടെ കമാലിയത്താണ്. ഇവർക്ക് കമാലിയത്തില്ല. ഇപ്പം സീമനെ പോലത്തെ കമാലിയത്തില്ല. കാരണം ഈ ലോകം പരലോകം കൂടി കൂട്ടിപ്പിടിക്കാൻ ബുദ്ധി ഉൾക്കൊള്ളൂല. അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും, അള്ളാഹ് പടച്ചത് മുഴുവനും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റസൂലിൽ നിന്നാലും ഒരു അല്പം പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സിഎം അവസാന കാലത്ത് നിസ്കാരം ഒഴിവാക്കിയത് സിഎമ്മിൻ്റെ നുക്സാനാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. റസൂലിൻ്റെ കമാലിയത്താണ്. റസൂലിനെ പോലെ ആകാൻ പേർക്ക് കഴിയില്ല. പക്ഷേ അതേസമയത്ത് സിഎമ്മിനെ ആക്ഷേപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർക്ക് കയറിപ്പോയി. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല തലയേക്കണ് കയറി. ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ മനുഷ്യന് വരും. ഉദാഹരണം പറയാം. ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണോടുകൂടി നിനക്കൊരു പ്രശ്നം വന്നാൽ ഉച്ചയായിട്ട് ആ പ്രശ്നം തീർന്നില്ലെങ്കിൽ അവിടെ ഇവിടെയും കോടതിയും വീട്ടും പോച്ചണമെങ്കിൽ ഇന്ന് രാവിലെ നാസ്ത കഴിക്കൂല, കഴിച്ചിട്ടില്ല എന്നുള്ളത് അറിയില്ല. സത്യമല്ലേ? ഇതന്നെ സിഎമ്മിന്. ഇതാണ് സിഎം. അതന്നെ സിഎം. നിങ്ങൾക്കത് നാസ്തയാണെങ്കിൽ സിഎം ഇത് പഠിച്ചവനാണ്. അങ്ങോട്ട് കയറി പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. നിസ്കാരം നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓരോ തലയിലാരും ആരായിരിക്കും? അല്ലാഹ്. അവരൊന്നും ആക്ഷേപിക്കരുത്. നമ്മളെ വ്യാഖ്യാനം മാത്രം നോക്കിയിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് വ്യാഖ്യാനം പറയരുത്. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എല്ലാവർക്കും എല്ലാവർക്കും ഒരു വഴിയല്ല. സീമനെ ആക്ഷേപിക്കുന്നത് ആക്കബത്ത് നാശാവട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂല്യന്മാരാണ് ആക്ഷേപിക്കുന്നത്. മൗലവിമാർ വിട്ടാളി, മൂല്യന്മാരാണ് ആക്ഷേപിക്കുന്നത്. ഞാൻ സീമൻ്റെ തൊലിക്കത്താരനല്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സീമനെ ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കില്ല. എന്താണോ ആക്ഷേപിക്കുന്നത് അവർക്ക് സീമനെ അറിയില്ല. സിഎമ്മിനെ പോലത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുള്ളത് എനിക്കറിയില്ല. ഒരാളുമില്ല, ഒരു കണ്ണിയത്തുമില്ല, ആരുമില്ല സിഎമ്മിനെ പോലല്ല. എന്നാൽ അവരൊക്കെ ഒക്കെ വലിയ ആളല്ലേ? എല്ലാവരും വലിയ ആളാണ്. സിഎമ്മിന് അള്ളാഹു ലയിച്ചു പോയതാണ്. അത് ഒരു അബുദിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതിനെക്കാളുമില്ല. ഒരു ഉപകാരം ചെയ്ത ആളുമില്ലല്ലോ. എത്രയാണ് ഉപകാരം? ഉപകാരം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കായ മനുഷ്യന്മാരുടെ രോഗം മാറ്റില്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ. അതെന്താ? അത് വലിയ, അത് അള്ളാന്റെ ആളുകളുടെ സ്വഭാവമാണ്. പറഞ്ഞവന് രോഗം ഉണ്ടാവില്ല. കാരണം അതാണ് അവരെ വായി. അവരൊന്നും ആക്ഷേപിക്കാൻ പാടില്ല, ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. രീതി നമ്മൾ ബിംബത്തിനോട് പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ അവിടെ എത്തിയിട്ടില്ല. നമ്മൾ സിഎമ്മിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അള്ളാഹു തആല അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. ആരും ആക്ഷേപിക്കണ്ട കേട്ടോ. ആരും ആക്ഷേപിച്ചാലും കൊടുക്കും. സിഎമ്മിനെ ആരും ആക്ഷേപിച്ചാലും കൊടുക്കും. കുടുങ്ങന്നെയും സിഎമ്മിനെ ആക്ഷേപിച്ചാൽ കൊടുക്കും. കാരണം അവർക്ക് ഒരു സുന്നത്ത് പോലും തെർക്കിയാത്ത മനുഷ്യനാണിത്. ഒരു സുന്നത്ത് ജീവിതത്തിൽ തെർക്ക് ചെയ്തിട്ടില്ല. എന്നോട് വടുതല മൂസ മൗലാന നേരിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞതാണ്. എന്നോട് വടുതല മൂസ മൗലാന ദക്ഷിണ കേരള മെത്തുലമേൻ്റെ മരണം വരെയുള്ള പ്രസിഡന്റാണ്. അവരവരുടെ വീട്ടിലേക്ക്
2008 ഇരിക്കാൻ എൻ്റെ ഓർമ്മ. 2008, 2009 അല്ലെങ്കിൽ 2007, 2008 ആ സമയത്ത് എന്നെ വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, കുട്ടി, ഞാൻ ബഹുമാനപ്പെട്ട CM അടുത്ത കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരു പായയിലാണ് 2 വർഷം ബാക്കിയാത്തിൽ കിടന്നത്. ആ മനുഷ്യൻ ഒരു സുന്നത്ത് തെർക്ക് ചെയ്യുന്നതായിട്ടോ ഒരു ഖറാഅത്ത് ചെയ്യുന്നതായിട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എത്രയോ കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ ഹബീബി മിൻ സമീമി ഖൽബി എന്ന് പറഞ്ഞുകൊണ്ട് കത്താരംഭിക്കുന്ന നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു സുന്നത്ത് CM തെർക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് വടുതല മൂസ മൗലാന അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവരുടെ മക്കൾ സാക്ഷിയാണ്. ഒരു ഖറാഅത്ത് മനുഷ്യൻ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല, ഒരു സുന്നത്ത് മനുഷ്യൻ തെർക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ സൂക്ഷ്മതയിലായിരുന്നു ആ മനുഷ്യന്. പിന്നെ അള്ളാഹു വാതിലാണ് തുറന്നു കൊടുത്തു. അള്ളാഹു വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ ആ മനുഷ്യൻ എന്താണ് മനസ്സിലാണ് പറഞ്ഞത്. ഇങ്ങനെ വാതിൽ തുറന്നിട്ട് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കൊന്നും ഉണ്ടായില്ലല്ലോ, അത് അവരെ കമാലിയത്താണ്. ഇതവരെ കമാലിയത്തല്ല, കമാലിയത്തെ ഞാൻ വാദിക്കണില്ല. ഇതോ ഇതിനപ്പുറം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അല്ലാഹ് തുറന്നു കൊടുത്തില്ലേ? ഉണ്ട്. ഇത് അവരൊരു സുന്നത്ത് തെർക്കിയതോ ഇല്ല. എന്തുകൊണ്ട്? അത് കമാലിയത്താണ്. ഇത് ഈ ആബിദിന് ആ കമാലിയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ കിട്ടേണ്ടതെന്ന് കിട്ടി. കമാലിയത്ത് ഉണ്ടായതുമില്ല. അപ്പൊ അന്തം വിടും, പിന്നെ മറന്നുപോകും. ഒരു പോലീസോ കേസോ ഒരു കോടതിയോ മറ്റതോ മറിച്ചോ പെണ്ണുങ്ങളെ സുഖമില്ലായ്മ ഉമ്മാന്റെ ആശുപത്രി ഒക്കെ എല്ലാം മാനേജ് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മളെ കൊടുത്തില്ലേ? ഒരു കേസ് ഉണ്ടാവും, കോടതി ഉണ്ടാവും, വക്കീലുണ്ടാവും, നേരെ വിളിച്ചാൽ 100 ഫോൺ ചെയ്യാനുണ്ടാവും. പെണ്ണുങ്ങളെ ആശുപത്രിക്ക് ഒരു മകന്റെ ഒപ്പം പറഞ്ഞയച്ചു. ഉമ്മാനെ നേരെ ആശുപത്രി കൊണ്ടുപോയി. ഉമ്മാന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നിന്നു. അപ്പൊ തന്നെ മകൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, മകനെ മറ്റൊരു ഇതെങ്ങനെ. അപ്പൊ തന്നെ തോട്ടത്തും കമ്പനിയും കൃഷി എല്ലാം കാര്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്ന ആളുകളെ നമ്മളെ കൂട്ടത്തിലില്ലേ? ആ പണിന്റെ 10% നിനക്കെന്നാലോ? അതയാളെ കമാലിയത്താണ്, ദുന്യവിയായ കമാലിയത്ത്. അയാൾക്കത് മുഴുവൻ മാനേജ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചായയും കൂട്ടവും വർത്താനും ബിസ്ക്കറ്റും ചായയും എല്ലാം നടക്കും. ഒക്കെ ഒപ്പമുള്ളവരോട് വർത്താനം പറയും. അതിന്റെ 10% എനിക്ക് കിട്ടിയാലോ? എന്നെ ഒരാൾ അമേരിക്കന് കാണാൻ വന്നാൽ പോലീസ് മോൻ കൊടുക്കൂല. എന്റെ അമേരിക്ക ഇതന്നെ ഔലിയാക്കന്മാരുന്നു. ചില ഔലിയാക്കന്മാരുണ്ടാവും എല്ലാം മാനേജ് ചെയ്യും. അവർക്ക് ആലമുല്ല അർവാഹും ആലമു ദുനിയ ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയും. അതിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അത് കമാലിയത്താണ്. ആ കമാലിയത്ത് അവർ കിട്ടിയില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ഇതിനപ്പുറം അല്ലാഹ് തുറന്നു കൊടുത്തു, പക്ഷെ അന്തം വിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ CM അബ്ദുൽ ഖാദിർ ജീലാനിനേക്കാളും വലിയ ആളാണോ? അങ്ങനെ നമുക്ക് വാദമില്ല. പക്ഷേ ഒരു തടിക്ക് കൊള്ളാണ്ടതിന് അപ്പുറത്തേക്ക് റബ്ബർ തുറന്നു കൊടുക്കുക. തടി അതിന് മൗനം മാത്രം പാകപ്പെട്ടതുമില്ല. അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ബാബ മുതുകുന്ന് കുത്തുബായി വന്നവർ ഇതിന്റെ അപ്പുറത്താണ്. അപ്പോൾ അവർക്ക് എല്ലാം മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ ഒരു സുന്നത്ത് നിസ്കാരം ഒന്നും തെറിക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞു പാടില്ല. ഓരോരുത്തർക്കും ഓരോ. അപ്പൊ നിങ്ങളിവിടെ ക്ലാസ്സിനൊന്നും നിങ്ങൾ ആത്മാർത്ഥം ഇന്റെ ആത്മാർത്ഥം ഒന്നായിരിക്കും, പണി രണ്ടായിരിക്കും. മനസ്സിലാവേണ്ട പറഞ്ഞത് എന്നതുപോലെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം യാസിർ കൗലഖി തങ്ങളാണ് ഈ പറയുന്നത്. അവർക്ക് ഒന്നുമില്ല, അവർക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ ഒഴിവാക്കി. ആർക്ക് വേണ്ടി? എന്നാൽ ഭാര്യ മക്കളൊക്കെ ഉണ്ട്, തലയിൽ ആരേ ഉള്ളൂ? അതേ റസൂലേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. മരിക്കുമ്പോഴത്തിന് അള്ളാഹുവിനെ ഉള്ളൂ എൻ്റെ തന്നെ ആ ഒരു നൂറാനിയത്തെന്ന് തലയെ കയറാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്രയേ ഉള്ളൂ. അബുദാബിയിൽ നിന്ന് ഇന്നിപ്പോൾ എനിക്ക് വിളിച്ചെന്ന് പ്രഗത്ഭനായ ഒരു മഹാനായ നല്ലൊരു മുതലാളി. എന്ത് മുതലാളി എന്ന് മാത്രമല്ല, വളരെ വിനയുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് ഫോൺ ചെയ്ത് ഇന്നിപ്പോൾ ഫോണിൽ കരഞ്ഞു. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് അൽഹംദുലില്ലാ. നല്ലൊരു മനുഷ്യനാണ്. ഏതൊരു മനുഷ്യൻ്റെ ഭാഗ്യതാണ് ആ നൂറാനിയത്ത് പ്രവേശിച്ച് മരിക്കണം. ചെയ്യുന്നതിലും പറയുന്നതിലുമല്ല. ഇപ്പം ചെയ്യുന്നതിനായി ഇയാളെ ഈ പറയപ്പെട്ട വ്യക്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദാനം ചെയ്ത ആളാണ്. പക്ഷെ അതൊന്നും അള്ളാഹു സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. ഇനി അതിലേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ എന്ത് കയറണം? അള്ളാഹു എന്ന നൂറാനിയത്ത്. ഇപ്പം ഈ സാധനം, അപ്പം ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് റേഞ്ച് കയറണമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഇത് പട്ടിനെറിയാനല്ലേ പറ്റുള്ളൂ. ഇതുകൊണ്ട് എന്താ കാര്യം? ഇതിലേക്ക് റേഞ്ച് കയറിയില്ലെങ്കിൽ ഇത് മണ്ടൊക്കെ കുത്തുക, തല്ല് കൂടുമ്പോൾ തല്ലിന് ഉപയോഗിക്കാൻ അല്ലാതെ എന്തുകൊണ്ട് കാര്യം എന്താ? ഇതും ഒരു കല്ലും. പഴയ കാലത്ത് ബാർബർമാർക്ക് ഒരു കല്ലുണ്ടായിനി. എന്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരസും നമ്മളെ തല ഇങ്ങനെ പഠിക്കും. ഇതിന് പറ്റുന്നല്ലാതെ എന്തിനാ ഇത് പറ്റുക?
റേഞ്ച് കയറിയില്ല എന്നതുപോലെയാണ് ഏത് നിസ്കാരം നോമ്പും സദക്കലേക്കും റേഞ്ചിന് കയറണം. ഏതാ റേഞ്ച്? അള്ളാഹുവിനെ നൂറാനിയത്ത്. എന്നാ ദോർജിന്റെ അമേരിക്കക്ക് വിളിക്കപ്പോ ഇതിപ്പം അമേരിക്കക്ക് വിളിക്കാം. ഇതിൽ എന്തുണ്ടെങ്കിൽ റേഞ്ചിന് പരിധിക്ക് പുറത്തായിരിക്കാം. അതന്നെ പരിധിക്ക് പുറത്തായ ഒരു കാര്യമല്ല. ഏത് നിസ്കാരത്തിനും കാര്യമില്ല. കോടി ഉറുപ്പ്യ ദാനം ചെയ്തിട്ടും കാര്യമില്ല. ഒരു കാര്യമല്ല. ഒരു മുതലാളിനെ കണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. കോടി ദാനം ചെയ്തിട്ട് 50 പൈസ അള്ളാന്റെ റെക്കോർഡിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടാവൂലെന്നല്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അത്രയേ ഉള്ളൂ. നാടാകെ വെള്ളറിഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാഴലാരാ നിങ്ങൾക്കറിയോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാഴ് മിർസ ഗുലാം അഹമ്മദ് ഖദിയാനി. അയാളുടെ നാവിനോ ഒതുങ്ങാത്തൊരു ശത്രു ഉണ്ടായിട്ടില്ല. അവസാനം എന്തായി? അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് അയാൾക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഭ്രാന്താവാം, പിമ്പറ്റൂല കൊടുങ്ങുക. ചിലപ്പോൾ അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ടാവും. മേ ബി ഇസാവും മേ ബി മറിയമ്മവും ഇതൊക്കെ മൂപ്പര് പറഞ്ഞത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാഴ് ആണ് മിർസ ഗുലാം അഹമ്മദ് ഖദിയാനി. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വാഴ് മിർസ ഗുലാം അഹമ്മദ് ഖദിയാനി. ആ മനുഷ്യൻ്റെ നാവിന് ഒതുങ്ങാത്ത ഒരാളുണ്ടായിട്ടില്ല. എന്തായി അവസാനം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തതിൻ്റെ അർത്ഥം? എത്ര വയൽ പറഞ്ഞിട്ടോ, എത്ര ലേഖനം എഴുതിയിട്ടോ, എത്ര റിസർച്ചിട്ടോ ഒന്നും കാര്യമില്ല. നൂറാനിയത്ത് കയറണം. അത് നഷ്ടപ്പെട്ട കഴിഞ്ഞ്. അത് കിട്ടിയില്ലെങ്കിൽ ആരും അങ്കരിക്കണം. അള്ളാന്റെ ഹബീബ് ഒരുത്തന്റെ കൽബിൽ കയറിയാൽ അള്ളാഹു ഒരുത്തന്റെ കൽബിൽ കയറൂല. ആരെ കയറൂ? മുസ്തഫ നബി കൽബിൽ കയറിയാൽ അവൻ അള്ളാഹുവിന്റെ നൂറാനിയത്തിലേക്ക് എത്തിക്കപ്പെടും. മൂസിൽ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ എത്തിക്കേണ്ട ആളാരാ? അത് മുസ്തഫ നബിയാണ്. 100%. അല്ലാതെ അള്ളാഹുവിൽ നിന്ന് നബിയെ മനസ്സിലാക്കലല്ല. അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് ഇന്നത്തെ കാലത്തെ ജനങ്ങൾ. അതാണ് വഹാബിയത്തിന് പറ്റിയ പിഴവ്. എന്താണ് വഹാബിയത്തിന് പറ്റിയത്? അവർ അള്ളാഹുവിൽ നിന്ന് നബിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് തെറ്റാണ്. എന്തുകൊണ്ട്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. ഈ പ്രസംഗം കേൾക്കുന്ന വഹാബികൾ ഉണ്ടെങ്കിൽ ചിന്തിച്ചോളി. അവർ ഇത്തിബാഅല്ലേ? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. ഈ പ്രഭാഷണം കേൾക്കുന്ന വഹാബികൾ ഉണ്ടെങ്കിൽ ചിന്തിക്കി. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അവര് ഖുർആനിൽ നിന്ന് നബിയെ മനസ്സിലാക്കി. അങ്ങനെ ചെയ്ത ഒരു സ്വഹാബി ഇല്ല. സ്വഹാബികളെല്ലാം നബിയിൽ നിന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഏറ്റവും വലിയ മഹാനാരാ? ഏറ്റവും ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാനാരാ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ കലാമിനെയും മനസ്സിലാക്കുന്ന ആരിൽ നിന്നാണ്? ഹബീബായ നബിയിലൂടെയാണ്. ആദ്യം വിശ്വസിക്കുന്നതും ആദ്യം സ്നേഹിക്കുന്നതും ആരെയാണ്? ആരെ? മുത്തുനബിയാണ്. മുത്തുനബിയിലൂടെയാണ് ആരെ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ കിതാബിനെയും. ഇന്നിപ്പോ നമ്മൾ ഖുർആനാണ് തുറന്നു വെക്കുക, എന്നിട്ട് അതിൽ കണ്ടൊരു നബിനെ നമ്മളെ വിശ്വസിക്കുക. അത് രീതിക്കെതിരാണ് കുട്ടികളെ. ഒന്നും നന്നാവില്ല. ഓന് ഈ പച്ചപ്പൂള പോലത്തെ ഒരു നിസ്കാരം നിസ്കരിച്ച് നടക്കാം. വരണ്ടിയാ കിട്ടാത്ത എല്ലി വെച്ചിട്ട് തിന്ന അങ്ങനെയല്ലോ. വരണ്ടിയാ കിട്ടാത്ത ഒരു എല്ലിൽ നിന്ന് കിട്ടുന്ന പശ മാത്രമേ ആജാ നിസ്കാരത്തിന് കിട്ടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? വല്ലദീന തബഊഹും ബിഇഹ്സാൻ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന ആദ്യത്തെ ആളുകൾ ആരാ? സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദത്തുനാ ഉമ്മുനൽ കുബ്ര ഖദീജ റളിയല്ലാഹു അൻഹ. ഇവരല്ലേ ആദ്യകാലക്കാര്. ഈ ആദ്യകാലക്കാർ എങ്ങനെ ഹബീബായ നബി മനസ്സിലാക്കി? ഹബീബായ നബിയിൽ നിന്ന് അവരാരെ മനസ്സിലാക്കി? അല്ലാഹുവിനെ മനസ്സിലാക്കി. ഖുർആനെ മനസ്സിലാക്കിയവരിൽ പല കാറ്റഗറി അവരിലുണ്ട്. ചിലവര് ഒരായത്ത് പോലും കേൾക്കാത്തവരുണ്ട്. പക്ഷെ അവര് ആരെ മനസ്സിലാക്കി? അവരെ അളവിൽ അവർ മുമ്പിൽ അള്ളാഹുവിൽ നിന്ന് നബിയെ മനസ്സിലാക്കുക എന്നതാണ് എന്ത്? അക്കാദമിക്കൽ പരിജ്ഞാനം. ഈ അക്കാദമിക്കൽ പരിജ്ഞാനമാണ് ഇന്ന് എല്ലാവരും നശിപ്പിച്ചത്. ഒരു കാലത്ത് അത് വഹാബികളെ നശിപ്പിച്ചു, ഇപ്പോൾ അത് സുന്നികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സുന്നികളും ഇപ്പോൾ ഖുർആനിൽ നിന്ന് നബിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് പുതിയ കാലത്ത്. അതാണ് യൂറോപ്യൻ വിദ്യാഭ്യാസത്തിന് വന്ന അപകടം, സമന്വയ വിദ്യാഭ്യാസത്തിന് വന്ന അപകടം. അവരൊക്കെ അക്കാദമിക്കൽ ശൈലിയിലാണ് നബിയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അന്തത്വത്തിൽ ഫിൽക്കവാക്കിബിക്കൽ അതിനൊന്നും അവിടെ വില ഉണ്ടാവില്ല.
മൗലൂദ് ഓതൂദാന്നല്ല, മൗലൂദിനാണ് വില ഉണ്ടാവില്ല. നമ്മൾ മൗലൂദിൽ നിന്നാണ് നബിയെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞ്. എന്നോടൊരു ബാല്യക്കാരൻ പറഞ്ഞു, ഉംറക്ക് പോയി ഒരു കാക്ക അലിഫും ബാവും അയാൾക്ക് അറിയില്ല എന്നുള്ളത് അയാളെ കണ്ടാ അറിയാം. ആ മനുഷ്യൻ എൻ്റെ തൊട്ട് മുന്നിൽ തറാവീഹിൽ നിസ്കരിക്കുന്നു. നിസ്കാരം തുടങ്ങിയതോടെ ഇയാൾ കരയിൽ തുടങ്ങി. ഈ കാക്ക ഉംറക്ക് വന്നതാണ്, ഏതോ ഒരു കാക്ക ഉംറക്ക് വന്നതാണ്. ഇയാൾക്ക് അലിഫും ബാവും അറിയാത്തൊരു കാക്കനെ അയാളെ കണ്ടാലറിയാം. പക്ഷെ തറാവീന് അയാൾ മെഹറമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓത്ത് കേട്ട ഉടനെ ഇയാൾ കരയാൻ തുടങ്ങി. ആ തറാവി അവസാനിക്കുന്നതിന് മുമ്പ് അയാൾ വീണ് മരിച്ചു. ഈ ആ കായത്തിനർത്ഥം അറിയോ? ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞിരുന്ന നമ്മളെ വല്യമ്മ കായത്തിനർത്ഥം അറിയോ? പറയും. അർത്ഥം അറിയണ നമ്മൾ കരയുന്നുണ്ടോ? പറയും. നമുക്ക് പാക അർത്ഥം അറിയാത്തത് അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം സ്വാദ് ഹമീം ഐൻ സീൻ ഖാഫ് കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതിന്റെ എല്ലാത്തിനൊക്കെ അർത്ഥം എനിക്കറിയും. കരയുന്നുണ്ട്. എന്റെ വല്യപ്പാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാൻ അറിയുന്നല്ലാതെ പരമകാരുണികൻ എന്ന വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനു ശരീഫ് ഓതല്ലാത്തൊരു പണിയില്ല, കാര്യമില്ലാത്തൊരു പണിയില്ല. പാമ്പ് കടിച്ചിട്ട് പാമ്പ് മരിച്ചു, പാമ്പ് ചത്ത് കിടക്കണം ഞാൻ കണ്ടതാ. വല്യമ്മ സ്കൂൾ വിട്ടപ്പോൾ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പാനെ പാമ്പ് കടിച്ചിരിക്കണം, ആ പാമ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കാളി. ബാക്കിൽ താരയുടെ ബാക്കിൽ പുല്ലാണിക്കാട്ടിൽ ചത്തിറക്കുന്നുണ്ട് പാമ്പ്. വല്യപ്പാനും ഞാൻ അല്ലാഹു മഷ്ഹദ്, അള്ളാഹു സാക്ഷ്യത്തിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഇസ്മായിൽ, എൻ്റെ അമ്മോൻ്റെ മോൻ, ഓ മരിച്ചുപോയി, ഞങ്ങൾ സാക്ഷിയാണ്. ഞങ്ങൾ അതായിരുന്നു ഞാൻ പിടിച്ച്. വല്യമ്മ ഞങ്ങൾ പറഞ്ഞു ഇപ്പനെ കടിച്ച പാമ്പാണ്, പക്ഷെ അവിടെ ചത്തിറക്കുന്നുണ്ടോ? ചത്തിറങ്ങുന്നുണ്ട്. ഇപ്പാക്ക് ബിസ്മിൻ്റെ അർത്ഥം അറിയില്ല, പക്ഷെ ആരറിയും? അള്ളാഹനറിയും. നമുക്ക് ബിസ്മി മുതൽ കുലാറുബിന്നാസ് വരെ അറിയും. എന്തറിയില്ല? അള്ളാഹനറിയില്ല. എങ്ങനെ അള്ളാഹനറിഞ്ഞ്? മുത്തനബി തലിൻ്റെ ഉള്ളിൽ കയറി തെങ്ങുമെന്ന് തേങ്ങടുമ്പോൾ ഓരോ തെങ്ങിന്നും ഒരു തേങ്ങ മാറ്റിക്കും. ഞാൻ കൊണ്ടുപോയിട്ടവനാണ്. അല്ലാഹു മഷ്ഹദ്, ഞാൻ കൊണ്ടുപോയിട്ടവനാണ്. ഒരു തേങ്ങ ഇടുമ്പോൾ ഒരു തെങ്ങിന്ന് ഒരു ഇടലിന് ഒരു തേങ്ങ എടുത്തേക്കണം. ഒരു തെങ്ങിൽ ഒരു തേങ്ങ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടേക്കണം. അതെന്ത്? അത് റബീഉൽ അവ്വൽ നേർച്ചക്കാം. നിങ്ങൾ എന്താ കേൾക്കുന്നത്? എന്തതൊക്കെ സത്യം? ഇവർക്ക് ഫാത്തിഹയിലെ ഒരു ഫാത്തിഹ പോയിട്ട് ഒരു ആയത്തിൻ്റെ അർത്ഥം അവർക്ക് അറിയില്ല, പക്ഷെ അവർക്ക് ആരും അറിയും? എന്തുകൊണ്ട് അവർക്ക് റസൂലുള്ളാഹിനെ അറിയും? അവർക്ക് റസൂലുള്ളാഹിനെ അറിയും. റസൂലുള്ളാഹിനെ അറിയുന്നവർക്കൊക്കെ ആരും അറിയും? അള്ളാഹിനെ അറിയും. നമുക്ക് അള്ളാഹിനെ അറിയില്ല, റസൂലിനെ അറിയില്ല. എന്തുകൊണ്ട്? നമ്മൾ ബുക്ക് തുറന്നിച്ച് റസൂലിനെ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ പറയണം അത്ര ഖുറാനിൽ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനും അങ്ങനെയൊക്കെ പറയണം? റസൂലുള്ളാഹി ജനിച്ച സമയത്ത് അത്ഭുത കർമ്മങ്ങളുണ്ടെന്ന് ഖുറാനിലില്ലല്ലോ. ഓ, പക്ഷെ ഖുറാനിലുള്ളത് വിശ്വസിക്കുള്ളൂ. മനസ്സിലായോ? പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും. അള്ളാഹു തആല ആദ്യം തന്നത് റസൂലിനെയാണ്. റസൂലിനെ 40 കൊല്ലം ജനങ്ങൾക്ക് മുന്നിൽ വിശ്വസ്തനാക്കിയിട്ട് പിന്നെ ഖുർആൻ തന്നത്. അപ്പോൾ ആദ്യം ഒരാൾ കൽബിൽ കയറേണ്ടത് ആരാ? അത് റസൂല. അതിലേറ്റവും തലയിൽ കയറിയത് സിദ്ദീഖന. ഏറ്റവും വലിയ മുഅ്മിനും സിദ്ദീഖ. മുഅ്മിന് സിദ്ദീഖിനേക്കാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ സിദ്ദീഖാൻ കഴിയില്ല. എന്തുകൊണ്ട്? റസൂൽ അത്ര തലയിൽ കയറിയില്ല. സിദ്ദീഖിനേക്കാൾ നോമ്പ് എടുക്കാൻ നമുക്ക് കഴിയും, പക്ഷെ സിദ്ദീഖാൻ കഴിയില്ല. എന്തേ? സിദ്ദീഖിന്റെ തലയിൽ ആരാളുള്ളത്? മുത്തു മുഹമ്മദ് മുസ്തഫ. അതാണ് പ്രശ്നം. നമ്മൾ ഈ അക്കാദമിക്കൽ വിജ്ഞാനങ്ങളും കൊണ്ട് നടക്കപ്പോൾ നമ്മൾ ഖുർആനിൽ നബിയെ കണ്ടുപിടിക്കുക. സഹാബികൾ നബിയിൽ നിന്ന് ഖുർആനെ കണ്ടുപിടിച്ചത് ആണോ? അല്ലേ? അതാണ് ഒരു ജയിച്ച് നമ്മൾ തോൽക്കണത്. നമ്മൾ ഖുർആനിൽ നബിയെ കാണുക. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കണം, ഫാത്തിമ ബീവി അത്രല്ല, മറ്റേ ബീവി ഇത്രല്ല, മറിച്ച ബീവി അത്രല്ല, അലി ബിൻ അബീ ത്വാലിബ് ഇത്രല്ല. ഖദീജ ബീവിന്റെ കാലിന്റെ ചോട്ടിലെ മണ്ണാകുന്നതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മുഅ്മിനാവുന്നത്. എന്തുകൊണ്ട്? അത്ര ഇഷ്ടം റസൂലുള്ളാഹി. എന്താണ് ആ ഇഷ്ടം? ഐഷ ബീവിന്റെ ഒക്കെ ഇഷ്ടം എത്രയെന്ന് നമുക്കറിയാം. അല്ലാഹ്, നമ്മൾ പുതിയ പുസ്തകം വരുന്നുണ്ട്, നിറവ് എന്ന പേര്, ഇൻഷാ അല്ലാഹ്. ഐഷ ബീവിയും റസൂലുള്ളാഹി അംഗീകരിച്ച സംഭവങ്ങളൊക്കെ കൃത്യമാക്കണം ആ പുസ്തകം കൊണ്ട്, ഇൻഷാ അല്ലാഹ്. ഇല്ല, അടുത്തിറങ്ങും. പണീൻ്റെ 99% കഴിഞ്ഞു. നോമ്പിന് ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. അതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു. പഠിച്ചോനെ, ഓ എന്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര അത്ഭുതം. അതിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഒരാൾക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ മനസ്സിലായി, അല്പം
ഖുർആനിൽ അയാൾ ഒരു ബിസ്മി പോലും അയാൾ കേട്ടില്ല. പിന്നെ ഷഹീദായി മരിച്ചു. ആ മനുഷ്യൻ്റെ മയ്യത്ത് മറവ് ചെയ്തപ്പോൾ ഹബീബ് റസൂലുള്ളാഹി ഓടിപ്പോയി എന്ന് ഹദീസ് ശരീഫിലുണ്ട്. എന്തേ? ഹൂർലിങ്ങൾ വന്നിട്ട് ഖബറൻ നിറഞ്ഞു. ആ ഹദീസിന്റെ അവസാനം ഇമാം മുസ്ലിം തങ്ങൾ കൊടുത്തിട്ടുള്ളത് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അയാൾ രാവിലെ 10 മണിക്ക് മുസ്ലിമായി, ലൂറിന് മരിച്ചു. 10 മണിക്കാ മുസ്ലിമാണ്, ലൂറിന് മരിച്ചു. ആ മനുഷ്യനെ മറവ് ചെയ്തപ്പോൾ ഹബീബ് റസൂലുള്ളാഹി ഓടി. പിന്നെ ചോദിച്ചോ പറഞ്ഞു റഅയ്തുൽ ഹുറൈൻ തദ്ഖുലാനി ഖബ്റഹു വതൻസിഅനി കഫനഹു, 2 ഹൂർലിങ്ങൾ വന്നിട്ട് ഈ മനുഷ്യന്റെ ഖബർ നിറഞ്ഞു. ആ പെണ്ണുങ്ങൾ ഈ മനുഷ്യന്റെ കഫൻ പുടവ നീക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിയതാണ്. ഈ ഹദീസിന് അവസാനമുള്ളത് ഈ മനുഷ്യൻ വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടുമില്ല. പിന്നെ എന്തേ? റസൂലുള്ളാഹിക്ക് വേണ്ടിയാ. റസൂലുള്ളാഹിനെ മനസ്സിലായി, റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാൻ പോവുക. മുസ്ലിം ആയി ഷഹാദത്ത് കലിമ മുസ്ലിമായി ചെയ്യുമ്പോൾ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ മനുഷ്യൻ റസൂലുള്ളാഹി ചില ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ബന്ധം വിട്ടാണ്, ആട്ടിടയനാണ്. ഇതിങ്ങനെ കേട്ടുന്നു. അപ്പോൾ പിന്നെ ഇയാൾ റസൂലുള്ളാഹി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞ് പിന്തിരിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു ഇല്ല അതിനെ ഏത് ഹബൂനെ റസൂൽ എവിടുക്ക പോണേ നബിയ, അതിലൊക്കെ തടി യുദ്ധത്തിന് പോകാണ്. അത് ഹബുമാണോ, ഞാനും പോയിക്കോട്ടെ. ഇയാളിപ്പോൾ എന്തേ ആയിട്ടുള്ളൂ? കെലിമ ചെല്ലി അത്രയേ ഉള്ളൂ, കെലിമല്ലിന്നേ ഉള്ളൂ. ഒരു ബിസ്മിയും പോലും പഠിച്ചിട്ടില്ല. ബിസ്മി പഠിക്കലൊന്നും വാജിബില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഇയാളെ ഹബീബ് റസൂലുള്ളാഹിനോട് ഇയാൾ ചോദിക്കാണ് ഇവരെടുക്കാൻ നബിയെ പോണ്, യുദ്ധത്തിന് പോണ്. അത് അപ്പം ഞാൻ പോയിക്കോട്ടെ അവരൊപ്പം. എങ്ങനെ പോണിച്ച് 10 സുഹൃത്ത് പഠിച്ചിട്ടില്ലെന്ന് നബി പറഞ്ഞു. അതിനല്ലേ പറഞ്ഞു 10 സുഹൃത്തേനും പഠിക്കാൻ നോക്കി എങ്ങായി, അപ്പോഴല്ലേ ഖുർആന്റെ പിന്നെ ശരീരിൽ രക്ഷപ്പെടുള്ളൂ. നിസ്കരിക്കണ ചെങ്ങായി അങ്ങനെ നബി പറഞ്ഞു. അല്ല എന്തൊക്കെ എന്റെ കയ്യിൽ ആയുധമുണ്ടോ? ഇല്ല, ആയുധമൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി ആരാ ഇയാൾക്കൊരു ആയുധം വായ്പ കൊടുക്ക? അപ്പോൾ അയാളൊരു ആയുധം കൊണ്ടുവന്നു പോയി. ഇപ്പൊ അയാൾ എന്തേ ചെയ്തിട്ടുള്ളൂ? എടാ ചെങ്ങായി പഠിക്ക്. അയാൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ഷഹാദത്ത് കലിമയിൽ ഇത്രയേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഫാത്തിഹ സൂറത്ത് പോലും ഇയാള് പഠിച്ചിട്ടില്ല. അയാൾ യുദ്ധക്കളത്തിലേക്ക് എടുത്തിയാടി. യുദ്ധക്കളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞ് സ്വല്പം കഴിഞ്ഞപ്പോകന് ആളുകൾ ഓടിക്കൊണ്ടുവന്നു. ഇയാൾ മരിച്ചു. ഇയാൾ നാട്ടിടയനല്ലേ, ഇയാൾക്ക് യുദ്ധം ഒന്നും അറിയില്ലല്ലോ. അപ്പൊ വേഗം മറവ് ചെയ്യാം. ഇതൊക്കെ ഇപ്പൊ 3/4 മണിക്കൂറോട് നടക്കുന്ന സംഭവങ്ങളാ. മറവ് ചെയ്യുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി തന്നെ മുന്നിൽ വന്നു. പെട്ടെന്ന് മറവ് ചെയ്യാൻ വേണ്ടി മറവ് ചെയ്തുകൊണ്ടിരിക്കും റസൂലുള്ളാഹി ഓടി. റസൂലുള്ളാഹി പാഞ്ഞു. അവര് മറവ് ചെയ്തു. പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എന്തേ നബി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സ്വർഗീയ അപ്സരസുകളായ സുന്ദരി പെണ്ണുങ്ങൾ ഈ ഖബറിൽ നിറഞ്ഞത് നോക്കാൻ വയ്യ, ഞാൻ അവിടുന്ന് പറഞ്ഞു. ഈ ഹദീസിന് അവസാനമുള്ളത് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, ഈ മനുഷ്യൻ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഈമാനുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. എന്തില്ല? ഈമാനില്ല. നമുക്ക് ഒത്തുണ്ട്, നിസ്കാരമുണ്ട്, സുജൂദുണ്ട്, തഹജ്ജുദുണ്ട്, ഒക്കെ ഉണ്ട്. ഈമാനില്ല. ഈമാൻ എവിടെ നിന്ന് ഉണ്ടാക്കുക? ഇവൻ മുത്തുനബിയെ കൽബ് കയറണം. മുത്തുനബി കൽബ് കയറിയാൽ ഈമാൻ ഉണ്ടാവും. കമാലിയത്ത് ഹബീബായ നബി എന്നല്ല അതുണ്ടാവില്ല. ഹബീബായ നബി അത് തന്നെ മുൻഗാമികൾക്കൊക്കെ ഉള്ളത്, അതവരെ എല്ലാത്തിനും ഉണ്ട്. ഞാനത് കാണുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. വീട്ടിൽ ഞങ്ങൾ അടിസ്ഥാന കർഷകരാണ്. വീട്ടിൽ നെല്ല് കൊയ്യാൻ തീരുമാനിച്ച മൗലിദോതും. നാളെ കൊയ്ത്താണോ എന്നൊരു മൗലിദുണ്ടാവും. ഇനി കൊയ്ത് കഴിഞ്ഞിട്ട് പിന്നുണ്ട് എന്ത് ചെയ്യാ? പുന്നെല്ലുകൊണ്ട് ചോറ് രസ. ആ പുന്നെല്ലുകൊണ്ടാണ് ചോറ് വെക്കണ ദിവസം ഒരു കോഴിക്കുട്ടിനെ പിടിച്ച് അറുത്ത് മൊല്ലാക്കാനോട് വരാൻ പറഞ്ഞ് അപ്പോൾ മൗലിദോടും. നീ പുതിയ വിത്ത് പാടത്തിറക്കണോ? തലേന്ന് മൗലിദോടും. സ്വലാത്ത് ചൊല്ലിയിട്ട് വല്യാപ്പം വിതക്കണത് ഇതിന്റെ കണ്ണിൽ അപ്പം കാണുന്നുണ്ട്. ഒരു പാക്ടംബോസ് 20 ഇല്ല, ഒന്നുമില്ല. ഒരു യൂറിയല്ല, പൊട്ടാസില്ല. ഇതന്നെ എന്താ ഇങ്ങനെ വിതക്കും, സ്വലാത്ത് അങ്ങനെ ചെല്ലും. അതിന് മരുന്നതാണ്, അവര് വളം അതാണ്. ഈ മനുഷ്യന്മാർക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല, അതിന്റെ മാന അറിയില്ല, ഓതാൻ അറിയും, അർത്ഥം അറിയില്ല. പക്ഷെ അവർ മുഅ്മിനായി ജീവിച്ചു, മുഅ്മിനായി മരിച്ചവരാണ്. അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തിട്ടില്ല. ഹജ്ജിന് പോകാൻ വേണ്ടി വല്യാപ്പാനെ തീരുമാനിച്ചപ്പോൾ ഫോട്ടോ എടുക്കണ അതിൽ കാര്യം നമുക്കിപ്പോ ഫോട്ടല്ലാതൊന്നും. ഇവർക്ക് നിങ്ങൾ ചിന്തിക്ക്,
എന്റെ വല്യാപ്പ കരഞ്ഞത് കണ്ടോനാണ് ഞാന്. ഫോട്ടോ എടുക്കണം ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം. അതിൽ കാര്യം ഹജ്ജിന് പോകൽ നിർബന്ധമാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ല. കരഞ്ഞ് എന്തിന് ഒരു ഹാഫ് സൈസ് ഫോട്ടോ എടുക്കാനാണ് എന്ത് കരഞ്ഞ് പഠിച്ചോനെ ആവൂല. പിന്നെ ഹജ്ജിന് പോകുമ്പോൾ എടുക്കല്ലാതെ ഈ ആഖിർ സമാന്റെ നിയമല്ലേ മനസ്സിലാക്കണം. നമുക്കിപ്പോ ഫോട്ടമല്ലാത്തൊരു പരിപാടി തന്നെ. നമ്മൾ കുട്ടീനെ മദ്രസയിലാക്കണതിന് മുമ്പ് ആ ഒന്നാം ദിവസം തന്നെ അമ്മയും കുട്ടിയും തമ്മിൽ പുസ്തകം സ്ലേറ്റും ബുക്കും കൈമാറുന്നത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടിട്ട് പിന്നെയാണ് കുട്ടീനെ മദ്രസയിൽ പറഞ്ഞേക്കുക. ഇത് ഞാൻ കണ്ടതാണ്. ഫോട്ടോ എടുക്കണ എന്ന് പറഞ്ഞപ്പോ വല്യപ്പ കയറിയണത് ഞാൻ കണ്ടതാണ്. ജീവിതത്തിൽ ഒരു ബാങ്ക് കയറിയിട്ടില്ല, ജീവിതത്തിൽ ഒരു ബാങ്കിനെ പഠിക്കാൻ കയറിയിട്ടില്ല, ജീവിതത്തിൽ കയറിയിട്ടില്ല. മാന്യമായി ജീവിച്ച് മാന്യമായി മരിച്ചു. എന്തേ? അള്ളാന്റെ ഹബീബിനെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ആഴ്ചയിൽ ഉംറക്കോക എല്ലാം ഉണ്ട്. തന്നെ അപ്പൊ അതാണ് അവരെ നമ്മൾ അവരെ പിൻപറ്റണം, അവരെയാണ് പിൻപറ്റണം. ഒരു കല്യാണം പോലെ വീട്ടിൽ നടത്തുക റബീഉൽ അവ്വലിൽ. എന്തിനാ അങ്ങനെ ചെയ്യുന്നറിയപ്പോ? റബീഉൽ അവ്വലിൽ എങ്ങാനും വല്യപ്പാൻ്റെ കർഷകരല്ലേ, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. റബീഉൽ അവ്വലിൽ എങ്ങാനും പൈസ ഇല്ലാതെ വന്നാൽ മൗലൂദ് നേർച്ച മുടങ്ങരുത്, അതിനാണിത്. അപ്പോൾ റബീഉൽ അവ്വലിൽ വല്യപ്പാക്ക് നീ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ ഈ തേങ്ങ വിൽക്കണ്ടാവും. ആ തേങ്ങ വിറ്റിട്ട് എന്ത് ചെയ്യും? ഇറച്ചിയും അരിയും വാങ്ങിയിട്ട് വലിയ നാട്ടുകാർക്ക് മുഴുവൻ എന്നിട്ട് ചെറിയ ഒരു കിഴി, ആ കിഴിയിൽ 10 പൈസ, 5 പൈസ, 3 പൈസ, 2 പൈസ, 25 പൈസ വലിയ പൈസ. ഇതാ മൗലിദ് തോന്നുന്ന എല്ലാവർക്കും കൊടുക്കും. അവരൊക്കെ നിധി പോലെ പാത്തുക്കും. കാരണം മജ്‌ലിസിൽ നിന്ന് കിട്ടിയതാണ്. അത് മുതലാളിമാരും വാങ്ങും. അക്കൂട്ടത്തിൽ ആ നാട്ടിലെ മുതലാളിമാരുണ്ടാവും, ഓരോ 5 പൈസ വാങ്ങും. എന്ത്? അത് ബർക്കത്താണ്. അത് എവിടുന്ന് കിട്ടിയതാണ്? റസൂലുള്ളാഹിന്റെ ഇതൊക്കെ ജനത ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? അവർക്ക് ഒരു യൂറോപ്യൻ വിദ്യാഭ്യാസമല്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? അതിൽപ്പെട്ട ഒരാളാണ് വാഫക്ക് തങ്ങൾ. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി കാറിന്റെ ഡോർ തുറന്നു കൊടുത്തത്. അല്ലാതെ ഇംഗ്ലീഷും അറിയില്ല, അറബി അറിയില്ല. ഇംഗ്ലീഷും അറിയില്ല, അറബി അറിയില്ല. ആവറേജ് മുത്തഫരീദ് പോലത്തെ കിതാബോധ്യ മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ. ഒരു മുദരിസാണോ? അല്ല. വലിയ ആലിമാണോ? അല്ല. കേരളത്തിലെ ഏതെങ്കിലും മാലിൽ കളിയാണോ? ഏതെങ്കിലും ഒരു മാലിൽ കളിയാണോ? അല്ല. ആലിമല്ല. ഇംഗ്ലീഷ് അറിയോ? ഇല്ല. മര്യാദക്ക് മലയാളം അറിയില്ല. സാധാരണ നാടൻ, പഴയ നാടൻ തങ്ങളാണ്. പക്ഷേ മുഖ്ലിസാണ്. മുസ്തഫ റസൂലുള്ളാഹിനെ അതിലെത്തി സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ദായിമുലുളുവാണ്. ഈ മനുഷ്യൻ ചെന്നിറങ്ങി വരുമ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ വന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. ഇന്ദിരാഗാന്ധി ഒരാളെ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കണമെങ്കിൽ അതേപോലെ ആരാകണത്? എന്തേ? അതാളാണെന്ന് അവർക്കറിയും. ഇന്ദിരാഗാന്ധി തറവാട്ടേർത്തിയാണ്. ജാതി മതമൊന്നും ഇരുന്നില്ല. തറവാട്ടേർക്ക് മനുഷ്യനെ ആദരിക്കാൻ അറിയും. അത് എന്താണെങ്കിലും അറിയും. മുസ്ലിം തറവാടിത്തല്ലാത്തവന് ഒരു ചുക്കും അറിയില്ല. വലിയ മൂല്യനായിട്ടൊന്നും വരില്ല. മനസ്സിലായില്ല? ഇന്ദിരാഗാന്ധി മോത്തിലാലിൻ്റെ പേര് കുട്ടിയാണ്. ഒരു തറവാട്ടുകാരാ, ഒരു പണ്ഡിറ്റുകളാ, ഒരു കാലത്ത് ഒരു കാശ്മീരികളാണ്. അടിസ്ഥാനപരമായി തറവാട്ടുകാരാ. മനസ്സിലാണ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി വന്ന് എന്തുകൊണ്ട് ഇത് ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് ആർക്കറിയും? ഇന്ദിരാഗാന്ധിക്ക് അറിയും. അതാ മനുഷ്യന്റെ മുഖത്തുണ്ടാവാൻ നൂറാനിയത്ത്, അത് ഹബീബാ നബിന്റെ നൂറാനിയത്വമാണ്. അതാണ് നമുക്ക് കൈമോശമാണ്. അവർ എന്ത് പറഞ്ഞാലും ജനത സ്വീകരിക്കും, നേതാവും സ്വീകരിക്കും. എന്തുകൊണ്ട് സ്വീകരിക്കും? അവരോട് ഇല്ല എന്ന് പറയാൻ പറ്റൂല. കോയനടുത്ത് ബാഫക്ക് തങ്ങള് ബാഫക്ക നിയമമാണ്. ഇവിടെ തുറന്നു കാണിക്കാൻ പാടില്ല. ബാഫക്ക തങ്ങൾ അതൊക്കെ ചിന്തിക്കുക. അതൊക്കെ ചിട്ടയാണ്. കൊടുക്കും ഇല്ല, ജീവിതത്തിൽ നിസ്കാരം കൊള്ളാവില്ല. ആ മനുഷ്യന്റെ മാത്രം കാണൊക്കെ
കിട്ടിയില്ല. ഒരാൾക്ക് ഇത്ര സമർപ്പിക്കാൻ കിട്ടിയില്ല. 50 കൊല്ലം കഴിഞ്ഞു ആ മനുഷ്യൻ മരിച്ചിട്ട്. അള്ളാഹു ഒരു ദർജ കൊടുക്കട്ടെ. അപ്പം എന്താണത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാനിയത്താണ്. അവസാനത്തെ ഹജ്ജ് യാത്രയും മങ്കൂസും ഷറഫുലനാമയും ചൊല്ലി തീർത്തിട്ട് പോയതാണ്. എന്നിട്ടാ പോയത്. അതാണ് ഇന്ന് ശിർക്കാണ്, ബിദ്അത്താന്ന് നമ്മൾ പറയുന്നത്. അതെ, അതാണ് ശിർക്ക് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഇവിടെ സ്വാതന്ത്ര്യാനന്തര മുസ്ലിം സമുദായത്തിന്റെ ശില്പി, നവോത്ഥാനത്തിന്റെ ശില്പി എന്നാണ് ഖായിദ മില്ലത്ത്. മരിക്കണ വേളയിൽ എന്താ പറഞ്ഞത്? ചികിത്സിക്കുന്ന മുസ്ലിമായ ഡോക്ടറെ വരെ ഇരുത്തിയിട്ട് ബുർദ ഏൽപ്പിച്ചു. ആ ബുർദ ചൊല്ലിത്തീർന്ന് മരിച്ചു. വലിയവാന എന്തൊക്കെ മുസ്തഫ നബി തന്നെ അന്ന് ബുർദ ചെല്ലാൻ കൂടിയ ആളാണ് വാഫക്ക് തങ്ങൾ. ആരടക്കം ബുർദ ചൊല്ലി ചികിത്സിക്കുന്ന മുസ്ലിമായ ഡോക്ടറടക്കം ബുർദ കൂടി. ആര് മരിച്ചപ്പോ മദ്രാസ് ആശുപത്രി മരിക്കുക ആര്? ഖായിദ മില്ലത്ത്. മരണവേള റിപ്പോർട്ട് ചെയ്ത എത്ര പുസ്തകങ്ങൾ ഇന്നുണ്ട്. ആ ബുർദയാണ് ഇന്ന് ശിർക്കിന് സുന്നികൾ വരെ പറയുന്നത്. ചില സുന്നി മുസ്ലിയാക്കന്മാർക്ക് തന്നെ അഭിപ്രായമുണ്ട് ബുർദ അങ്ങനെ എല്ലാം പാടില്ല. എവിടേക്കാ എത്തിയത്? അതാ ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് അള്ളാഹു റസൂലിനെ മനസ്സിലാക്കിയവർ തോറ്റു, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും പുസ്തകത്തെ മനസ്സിലാക്കിയവർ ജയിച്ചു. നമ്മൾ പുസ്തകത്തിനനുസരിച്ച് നമ്മളെ വിശ്വാസത്തെ ക്ലിയർ ആക്കുക. അതേ സമയത്ത് നമ്മൾ കാബിറൻ അൻ കാബിരി മുൻഗാമികളായ സുലഹാക്കൾ വഴി നമുക്ക് മനസ്സിലായി വന്ന ഒരു രീതിയുണ്ട്. ആ രീതി തന്നെ അത് വായിക്കുന്നവർക്ക് അത് കിട്ടും. അത് പരിശുദ്ധ ഖുർആനെ അങ്ങനെ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വലിയ അബദ്ധങ്ങളാ പറ്റിയത്. മഹാന്മാർ പറയുമ്പോൾ നമുക്കത് അവർക്ക് മനസ്സിലായത് നമുക്ക് മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് ചാഞ്ഞു നിൽക്കെങ്കിലും വേണം. അതാണ് മൽഗീദു എന്ത് സുന്ദരി ബൽഹഹ, ആ സുന്ദരിയെയൊക്കെ നീ ഒഴിവാക്ക്. അതെല്ലാം സറാബുൻ, അതെല്ലാം മരീചകൾ മാത്രമാണ്. ഒരു സുന്ദരിയില്ല, ഒക്കെ ഒഴിവാക്ക്. فمشاق قلب الغيد ما الغيد بلهها سراب لدى طه الأمين المنزه. സറാബുൻ അതെല്ലാം സറാബാണ്, മരീചികയാണ്. ലദാ ത്വാഹൽ അമീനി, അല്ലമീനായ ത്വാഹ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അടുക്കൽ അൽ മുനസ്സഹി പരിശുദ്ധമാക്കപ്പെട്ട. തസല്ലൈതു അൻ ലൈല വമൈല വതന്ദമി ബിത്വാഹ അമീനില്ലാഹി ബിൽ മുനവ്വഹി. തസല്ലൈതു ഞാൻ ഒഴിവാക്കി, അൻ ലൈല ഞാൻ ഒഴിവായിട്ടുണ്ട്, അൻ ലൈല ലൈലയെ തൊട്ടും വമൈല മൈലയെ തൊട്ടു. എന്ത് ലൈല എന്ത് മൈല. വത്തന്തമി നീ കൂട്ടുകൂട്, ബിത്വാഹ അമീനില്ല അമീനുള്ളയായ ത്വാഹയോട് നീ കൂട്ടുകൂട്. ഹബ്ബി എൻ്റെ പ്രേമഭാജനമായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുനസ്സഹി പരിശുദ്ധമാക്കപ്പെട്ട അൽ മുനസ്സഹി എന്നാണ് അസ്ലി. തസല്ലൈതു അൻ ലൈല വമൈല വതന്തമി ബിത്വാഹ അമീനില്ലാഹി ബിൽ മുനസ്സഹി നബീദി വഖംലി ദഹ്റ സർദു മദീഹി വദാലിക ഹസ്നി വഹുവ ജൈശി ലിനസ്രിഹി. നബീദി എൻ്റെ ലഹരിയും വഖംലി എൻ്റെ മദ്യവും അദ്ദഹ്റ എല്ലാ കാലവും സർദു മദീഹി ആ നബിയെ മദ്ഹ് ചെയ്യൽ മാത്രമാണ്. അതാണ് എൻ്റെ കള്ള്, ഞാൻ കുടിക്കണ കള്ളാണ്. സഖാനിൽ ഹുബ്ബു കഅസൻ ബഅദ കഅസി എന്ന് പറഞ്ഞല്ലോ. ഫമാ നഫദ അശ്റാബു വമാ റവാനി. അതുണ്ട്, അങ്ങനെ വരിയുണ്ട്. ആരുടേതാ? അത് മൻസൂർ ഹല്ലാജിൻ്റെതാ. സഖാനിൽ ഹുബ്ബു കഅസൻ ബഅദ കഅസി ഫമാ നഫദ അശ്റാബു വമാ റവാനി. പ്രേമത്തിന്റെ മധ്യശശകം ഞാൻ കൈസൻ ബഅദ കൈസി, ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം. ആ പ്രേമത്തിന്റെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഉള്ള ആ പ്രേമത്തിന്റെ മധ്യചഷകം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. കേസ് എന്ന് പറഞ്ഞാൽ തന്നെ കേസിന്റെ അർത്ഥം അൽ ഇനാഉൽ മംലൂഉ മിനൽ ഖംദീന, കള്ള് നിറഞ്ഞ പാത്രത്തിനാണ് കേസ് എന്ന് പറയാം. സഖാനിൽ ഹുബ്ബു കഅസൻ ബഅദ കഅസി, മദ്യചഷകം ഒന്നൊന്നായി ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ഫമാ നഫദ അശ്റാബു, മദ്യം തീർന്നില്ല. വമാ റവാനി, എന്റെ ദാഹം തീർന്നതുമില്ല. മദ്യവും തീർന്നില്ല, ദാഹവും തീർന്നില്ല. ഏതാണ് ഈ മദ്യം? അള്ളാഹുവിനോടുള്ള പ്രേമം, റസൂലിനോടുള്ള പ്രേമം. സഖാനിൽ ഹുബ്ബു, ആ പ്രേമത്തിന്റെ കഅസൻ ബഅദ കഅസി, മദ്യശേഷകം ഒന്നിനു മേൽ ഒന്നായി ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു. വമാ നഫദ അശ്റാബു, ആ മദ്യം തീർന്നില്ല. വമാ റവാനി, എൻ്റെ ദാഹം അടങ്ങിയതുമില്ല. ഒരിക്കത് തീരൂല, അറ്റല്ലാതെ കുടിച്ചുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിൻ്റെ റസൂൽ. അതാണ് നബീദി എൻ്റെ ലഹരിയും വഖംലി
എൻ്റെ മദ്യവും സിർദ് മദിയഹി, നബിയെ പ്രശംസിക്കുക എന്നത് മാത്രമാണ്. വദാലിക ഹിസ്നി, അതാണ് എല്ലാ പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള എൻ്റെ കോട്ട. ഓഹോ ജയ്ഷി, ഓഹോ ജയ്ഷി, ആ മദ്ഹാണ് എൻ്റെ പട. ലിനസ്രിഹി, നബിയുടെ സഹായം വരുന്നതിന് വേണ്ടി. ഞാൻ നബിയെ പ്രശംസിക്കുമ്പോൾ സദാസമയവും എനിക്ക് നബിയുടെ സഹായം വന്നുകൊണ്ടേയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി സഹായിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ മുശ്രിക്കാവുന്ന അറിയണമല്ല പത്ത് മുസ്ലിമീങ്ങൾ. എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ നന്നായിക്കോണം, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെ അടിയിൽ നമ്മൾ നാശാകാതെ മരിച്ചു പോകണം. അതാണ്, അല്ലാതെ ദുനിയാവിനെ ഇനി നന്നാക്കാൻ കഴിഞ്ഞോളാം എന്നൊന്നും ഇല്ല. കാരണം എന്തുകൊണ്ട് കഴിയൂല, നന്നാക്കാനേ കഴിയില്ല.